ഡിയർ സ്റ്റുഡൻസ്, ഇന്നെൻ്റെ കൂടെ ആഷിർ 2019 നീറ്റ് ക്രാക്ക് ചെയ്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് മംഗലഗിരിയിൽ MBBS ചേർന്ന കുട്ടിയാണ്. ഇപ്പോൾ MBBS പരീക്ഷ കഴിയുകയും റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പാസ്സായ സന്തോഷം ഷെയർ ചെയ്യാൻ യൂണിവേഴ്സിറ്റിയിലെത്തിയതാണ്. ആഷിറിനെ പോലെ തന്നെ ആഷിറിൻ്റെ ബ്രദർ മാസിൻ ഇവിടെ പഠിക്കുകയും കഴിഞ്ഞ വർഷത്തെ നീറ്റ് ക്രാക്ക് ചെയ്ത് ഇപ്പോൾ സേലം മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. ആഷിറിൻ്റെ സിസ്റ്റർ MBBS കഴിഞ്ഞ് ഗൈനക്കോളജിയിൽ PG ചെയ്യുന്നു. ഒരു വീട്ടിൽ നിന്ന് 3 ആളാണ് ഡോക്ടറാകുന്നത്. അപ്പോൾ സ്ഥിരോത്സാഹത്തോടു കൂടി പഠിക്കുന്നവർ ഒരാൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും എന്നതിന് ഉദാഹരണമാണ് ആഷിറും ആഷിറിൻ്റെ സഹോദരങ്ങളും. നിങ്ങൾക്ക് ആഷിറിനെ കാണാം, കേൾക്കാം. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, സാറ് പറഞ്ഞതുപോലെ എൻ്റെ പേര് ഹാഷിർ. ഞാൻ ഈ വർഷം MBBS എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു. ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു MBBS ചേരുക, അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ച് MBBS പാസ് ആവുക എന്നുള്ളത്. അതിലേറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്നോണം നീറ്റ് എൻട്രൻസ് എക്സാമാണ്. ആ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചപ്പോഴാണ്. എൻ്റെ അനിയൻ കഴിഞ്ഞ വർഷം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. അതുപോലെ തന്നെ അവന് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി. അവനിപ്പോൾ സേലം മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. എൻ്റെ സിസ്റ്ററും തഞ്ചാവൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ PG ചെയ്യുകയാണ്. ഈ ഒരു സന്തോഷം പങ്കുവെക്കാനൊക്കെ കൂടെ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വർഷത്തെ നീറ്റ് മെയ് 5-ാം തീയതി നടക്കും, എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റുകൾ, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് 3 months, ഈ ഒരു 3 മാസം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്സുകളൊക്കെ റിവൈസ് ചെയ്യുക. എത്ര തവണ റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തവണകൾ നിങ്ങൾ റിവൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഹെൽപ്ഫുൾ ആവും. പിന്നെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. ടെൻഷനെല്ലാം മാറ്റി വെച്ച് എൻജോയ് ചെയ്ത് പഠിക്കുക. ഏതൊരു മെഡിക്കൽ ആസ്പിരൻറ്റിനും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നീറ്റ് ക്രാക്ക് ചെയ്യുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് MBBS ജോയിൻ ചെയ്യാം. MBBS ഒക്കെ അതൊക്കെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് തീരും. അത് കഴിഞ്ഞ് PG, സൂപ്പർ സ്പെഷ്യാലിറ്റി അതൊക്കെ എടുത്ത് നല്ലൊരു ഡോക്ടറായി മാറണം എല്ലാവരും. പിന്നെ അതുപോലെ എയിംസ് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ 18 to 20 എയിംസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. നിങ്ങൾ ഓരോരുത്തരും എയിംസുകളിലൊക്കെ എത്തിപ്പെട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഡോക്ടർമാരായിട്ട് മാറട്ടെ. ഓൾ ദ ബെസ്റ്റ് എവരിബഡി.